ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി കൂടാണ്. ഇങ്ങനെ ഒരു കൂട് നിങ്ങളെ കാണിക്കാൻ കാരണമുണ്ടായതെന്ന് പറഞ്ഞത്, ഞാൻ കണ്ട യൂട്യൂബ് ചാനലുകളിൽ കാട് ആയ പ്രദേശം, അതായത് വനമേഖലയിൽ താമസിക്കുന്ന ആൾക്കാർ പശുവിനെയും ആട്ടിനെയൊക്കെ വളർത്തുന്നവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. എല്ലാ സ്ഥലത്തും പുലി ഇറങ്ങി ആടിനെ പിടിച്ചെന്നും കടുവ ഇറങ്ങി പശുവിനെയും കാളനെയും പോത്തിനെയൊക്കെ പിടിച്ചെന്നും പറഞ്ഞ് ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ കാണാനിടയുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട് കാണിക്കുന്നത്. കാരണം ഇത് വളരെ സേഫ്റ്റിയാണ്. ഈ പശുക്കൾക്ക് നമ്മൾ പുല്ലിടുന്നത് തന്നെ അകത്താണ്, ഗ്രില്ലിനകത്താണ്. അത് വെളിയിൽ തലയിട്ട് തിന്നേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ കൂട് പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രില്ല് തുറന്ന് ഇതിനകത്താണ് നമ്മൾ പുല്ലിട്ട് കൊടുക്കുന്നത്. അത് സേഫ്റ്റി ആക്കി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു ജീവികൾക്കും കയറാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കിയാണ് ഇത് കെട്ടിയിരിക്കുന്നതും. മൊത്തത്തിൽ സൈഡെല്ലാം ടൈലിട്ട് അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് ഒരു വലിയ കൂടാണിത്. ഈ ഒരാൾ പൊക്കത്തിന് തന്നെ സൈഡ് കെട്ടിയിട്ടുണ്ടെങ്കിലും അതിന് മേളിലോട്ടും ഗ്രില്ലിട്ട് ബന്ധാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും പുലിയോ കടുവയോ അങ്ങനെയുള്ള മൃഗങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനൊരു കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കൂട് കാണിക്കാൻ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടു. അത് കൂടുതലും ഈ ആറളം ഭാഗം, ഇടുക്കി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഈ വനമേഖലകളിൽ പശുവിനെ ഇടാനുള്ള ഒരു നല്ലൊരു കൂട് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് ഇതുപോലൊരു കൂട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. പശുവുള്ളവർക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് പുല്ലിടാൻ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ഡോറുകൾ വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ തള്ളി നീക്കിയിട്ട് നമുക്ക് അതിനകത്ത് പുല്ലിടാം. മിക്ക കൂടുകളിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുല്ലിടുന്നത് വെളിയിലാണ്. പുല്ലിടുന്ന വെളിയിലും അകത്താണ് അവർ കിടക്കുന്നതും. എന്നാൽ തലയിട്ട് വേണം പുല്ല് വെളിയിൽ നിന്ന് കഴിക്കാൻ. അങ്ങനെ ആകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ രൂക്ഷമാകത്തേ ഉള്ളൂ. ഇതാകുമ്പോൾ ആ ഗ്രില്ലൊന്ന് മാറ്റി അകത്ത് പുല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സേഫ്റ്റിയായി. അവർക്ക് ആവശ്യത്തിനുള്ള പുല്ല് അതിനകത്ത് തന്നെ ഇട്ട് തിന്നാം. അപ്പോഴത്തേക്ക് പുല്ല് തിന്നാനായിട്ട് തലയിടുമ്പോൾ കടുവ ആക്രമിച്ചെന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇതിനകത്ത് ഒരു 10-15 പശുക്കളോളം ഇതിനകത്ത് നിർത്താൻ പറ്റും. അത്രയും വലിയൊരു കൂടാണ്. ഇതിൻ്റെ അടിഭാഗം ഈ ടൈല് കാണുന്ന ഭാഗത്തോട്ട് നല്ല സ്ലോപ്പിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊന്നും ഇതിനകത്ത് തങ്ങി നിൽക്കത്തില്ല. പിന്നെ റബ്ബറിൻ്റെ ഷീറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ തണുപ്പ് ഇവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ എത്തിക്കുകയും അതിന് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.